ഷിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖതമൽ ഖുർആന ഫീ ബൈത്തില്ലാഹി അർബഅതു റിജാലിൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിൽ വെച്ച് ഖുർആൻ മുഴുവനായും പാരായണം ചെയ്തവർ 4 പേരാണ്. ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്, 2 തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആണ്, 3 സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ആണ്, 4ാമത്തെ ആളാണ് ബഹുമാനപ്പെട്ട ഇമാം അൽ-അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇതുപോലെ അല്ലാഹുവിലേക്ക് ആരാധനയുമായി മുന്നോട്ട് പോയ മഹാനവറുകൾ കേവലം ബുദ്ധി കൊണ്ട് വൈജ്ഞാനിക ചർച്ച കൊണ്ട് മാത്രം നിന്നവരല്ല. അതുകൊണ്ട് നമ്മളോ അഊദു ബില്ലാഹി മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൽ ലിദീ ഉഖ്മി. ബഹുമാനപ്പെട്ട ബൂസീരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മതവൃത്താന്തങ്ങളെയും മതവിധികളെയും എണ്ണി എണ്ണി പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചപ്പോ പ്രസവിക്കാത്ത പെണ്ണാണെന്ന് പറയും പോലെയാണ് ആത്മീയോപദേശം നടത്തിയിട്ട് ആത്മവിചാരം നടത്താത്ത ആളുകളെന്ന് ബൂസീരി ഇമാം റളിയല്ലാഹു അൻഹു പറയുമ്പോൾ നമ്മുടെ ഇമാമുകൾ അങ്ങനെയല്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും നിസ്കരിക്കാൻ കാരണം രാത്രി ആദ്യമൊക്കെ അല്പസമയമേ നിസ്കരിക്കാറുണ്ടായിരുന്നുള്ളൂ. ഒരു വഴിയെ നടന്നു പോകുമ്പോ ആരോരാള് പറയുകയാണ്, ഈ പോകുന്നത് ആരെന്നറിയുമോ? നുഅ്മാൻ ഇബ്നു സാബിത്ത് അബൂ ഹനീഫയാണ്. അദ്ദേഹം രാത്രി മുഴുവനും നിസ്കരിക്കുന്നയാളാണ്. അന്ന് ഞാൻ യഥാർത്ഥത്തിൽ രാത്രി മുഴുവനും നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇനി അങ്ങനെ നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല. അങ്ങനെയാണ് എന്റെ ജീവിതം മുഴുവൻ ചിട്ടപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അയൽവാസിയായ കുട്ടി ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട വാപ്പാ, ഐന തിൽക ദുആമത്തുല്ലതി കുന്തു അറാഹാ കുല്ല ലൈലത്തിൻ ഫീ സത്ഹി അബീ ഹനീഫ. അബൂ ഹനീഫ ഇമാം എന്ന നമ്മുടെ അയൽവാസിയുടെ വീട്ടിന്റെ മേലെ എന്നും രാത്രി ഞാൻ ആ കാണുന്ന തൂണിപ്പോ കാണുന്നില്ലല്ലോ. തൂണ് കാണാനില്ല. കുട്ടി വാപ്പയോട് പറയുകയാണ്, അയൽവാസി. അപ്പൊ വാപ്പ പറയുകയാണ്, ലൈസത് ബിദുആമത്തിൻ വഇന്നമാ കാന ദാലിക ദുആമത്തു ശർഈ. മോനെ, അത് തൂണല്ല, ശരീഅത്തിന്റെ തൂണായിരുന്നു. അബൂ ഹനീഫയാണ് മോനെ. അവിടുത്തെ വഫാത്ത് കൊണ്ടത് വീണുപോയി മോനെ, അത് തൂണല്ല. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു നിന്ന് നിസ്കരിക്കുന്ന രംഗമായിരുന്നു എന്ന് പറഞ്ഞ് പഠിച്ചു കൊടുത്തെങ്കിൽ ആ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജീവിതത്തെ മുഴുവനും ആരാധനയിലൂടെ സമ്പന്നമാക്കി വൈജ്ഞാനിക ലോകത്തിന് സംഭാവന ചെയ്തിട്ട് ഒരു മൂലയിരുന്നതല്ല, മറിച്ച് അതിനെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു മഹാത്മാവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയുമ്പോ ആധുനികവാദികൾക്ക് ചിലപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ശരീരത്തെ പീഡിപ്പിച്ച് ഇബാദത്ത് എടുക്കുകയോ അങ്ങനൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് ചില ആളുകൾ ചാടിക്കയറും. എന്നാൽ ഇങ്ങനെ ഒരു ശരീരത്തെ മുഴുവനും അല്ലാഹുവിലേക്ക് സമർപ്പിച്ച ഉന്നതരായ സഹാബി ശീർഷകങ്ങളെ ഒരുപാട് നമുക്ക് എടുത്തുദ്ധരിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഗണത്തിൽപ്പെട്ട മഹാനാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള സ്വഹാബത്തിന്റെ മുഴുവൻ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ പാതിരാവുകൾ മുഴുവനും ഇബാദത്ത് ചെയ്ത് ഇതുപോലെ ശരീരത്തെ മുഴുവനായും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് സമർപ്പിച്ച മഹാത്മാക്കളായിരുന്നു സ്വഹാബാക്കളുടെ ജീവിതം. എങ്ങനെയാണ്? ഇനി താബിഈങ്ങളിലേക്ക് വന്നാലോ, ബഹുമാനപ്പെട്ട സയ്യിദുനാ സഈദ് ഇബ്നു ജുബൈർ, സയ്യിദുനാ സഈദ് ഇബ്നുൽ മുസയ്യബ്, ഉവൈസുൽ ഖർനി തുടങ്ങിയുള്ള താബിഈങ്ങളായ ആളുകൾ അവരുടെ ജീവിതം മുഴുവനും അല്ലാഹുവിലേക്ക് ഇബാദത്തിന് ചെലവഴിച്ചവരാണ്. അതിന്റെ സമാനമായി പിൽക്കാലത്ത് വരുന്ന താബിഉകൾ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ, സുഫിയാൻ സൗരി പോലെയുള്ള മഹാത്മാക്കളുടെയും ജീവിതം പഠിച്ചു നോക്കിയാൽ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ പോലെ അവരുടെ ജീവിതത്തിന്റെ ഇരവുകളെ മുഴുവനും ഇബാദത്ത് പകലുകളെ മുഴുവനും പരിജ്ഞാനത്തിന്റെ ചർച്ചകളുമായി മുന്നോട്ട് പോയ ആളുകളായിരുന്നു. അതുകൊണ്ട് ഇസ്ലാം അധികപ്പറ്റുള്ള ആരാധനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ആധുനിക യുഗത്തിൽ ഇസ്ലാമിനെ കമ്മ്യൂണിസം പോലെ വരട്ട് തത്വശാസ്ത്രമായി അവതരിപ്പിക്കാൻ വരുന്നവർ ഇസ്ലാമിന്റെ ആത്മാവറിയാത്തവരാണ്. അവർക്കൊരു സിദ്ധാന്തത്തെ അറിയൂ.
അവർക്ക് ഇസ്ലാമിനെ അറിയില്ല, അവർക്ക് ഇസ്ലാമിന്റെ മധുരം അറിയില്ല. കമ്മ്യൂണിസത്തെ പോലെ, ഷാവോയിസത്തെ പോലെ, ഷിൻഡോയിസത്തെ പോലെ, കൺഫ്യൂഷ്യാനിസത്തെ പോലെ കേവലം ഇസമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുകയാണ്. അവരുടെ അജണ്ടയിൽ സ്വലാത്തില്ല, അവരുടെ അജണ്ടയിൽ ദിക്റുകളില്ല, അവരുടെ അജണ്ടകളിൽ ആത്മീയ സദസ്സുകളില്ല. ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു അജണ്ടയുമില്ലാതെ ജഡീകരിക്കപ്പെട്ട ഇസ്ലാമിനെ അവതരിപ്പിച്ച് സമൂഹത്തിന്റെ ഇടയിൽ പ്ലാസ്റ്റിക് മതത്തെ അവതരിപ്പിക്കുന്നവർ ഇമാമുകളെ സമീപിക്കേണ്ടത് അക്കാഡമിക് വിദ്യാഭ്യാസത്തോട് ചേർത്തുകൊണ്ടല്ല. എന്ന് പറഞ്ഞാൽ സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിന്റെയും യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന്റെയും സ്റ്റൈല് ഇന്നത്തെ സമൂഹത്തിന് അറിയൂ. അവരുടെ മുമ്പിലേക്ക് 10 കൊല്ലം കിതാബോധിയെന്നോ 20 കൊല്ലം അധ്വാനിച്ചെന്നോ എന്ന് പറഞ്ഞാൽ തലേ കയറത്തില്ല. വൈകുന്നേരം മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ 5-6 പീരീഡ് ഏതൊക്കെയോ ചില സയൻസുകൾ ഡിവൈഡ് ചെയ്ത് പഠിച്ചു. ഇത് മാത്രമേ ഭൗതിക വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവൂ. ഇന്നത്തെ ആത്മീയ വിദ്യാർത്ഥികൾക്കും അതേ മനസ്സിലാവൂ. കോളേജ് സിസ്റ്റത്തിലേക്ക് വന്നതോടുകൂടി അങ്ങനെ ഏകദേശം നമ്മൾ മാറിക്കഴിഞ്ഞു. അങ്ങനെ കേവലമായ അക്കാഡമിക് വിദ്യാഭ്യാസ സമ്പ്രദായം, അതിലൂടെ എല്ലാ ഇമാമുകളെ അളക്കേണ്ടത് അവരുടെ ജീവിതം മുഴുവനും അവർ ഡെഡിക്കേറ്റ് ചെയ്തു, പരിപൂർണമായും അവർ സമർപ്പിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിലായി ഇൽമ പഠിക്കാനും പ്രചരിപ്പിക്കാനും അവർ ജീവിച്ച ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇമാമുകളെ ആ ഒരു ആത്മീയ പറ്റോടുകൂടിയേ വിലയിരുത്താൻ പറ്റൂ. അവര് കിതാബ് പഠിച്ചത് ദർസ് നടത്തുക, അല്ലെങ്കിൽ ഒരു മുദരിസായി ജോലി നോക്കാനല്ല. അവര് കിതാബ് പഠിച്ചത് ഏതെങ്കിലും ലേഖനം എഴുതാനല്ല, പ്രസംഗം നടത്താനല്ല. അവര് വിജ്ഞാനം പഠിച്ചത് വിജ്ഞാനത്തിന് വേണ്ടിയാണ്, ഫോർ ഇറ്റ്സ് ഓൺ സേക്ക്, അതിനു വേണ്ടി മാത്രം പഠിച്ചു. അവരതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നു. ആഴങ്ങളിലേക്ക് പതിറ്റാണ്ടുകൾ തപസ്സിരുന്നുകൊണ്ട് പഠിച്ചെടുത്ത വിജ്ഞാനത്തിന്റെ പ്രബുല്ല ദീപ്തങ്ങളായിരുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, അങ്ങനെയുള്ള ഇമാമുമാർ അവരുടെ ജീവിതത്തെ പ്രാക്ടിക്കൽ ഇസ്ലാം ലെവലിലേക്ക് അവർ കൊണ്ടുവന്നു. സൈദ്ധാന്തികമായ മതം പറഞ്ഞു പോയവരല്ല, അവരുടെ ജീവിതത്തിലേക്ക് അതിന്റെ ആത്മീയതയെ പകർത്തി മുന്നോട്ട് പോയ ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൽമങ്ങ് പഠിച്ചാൽ, ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇൽമെന്ന് പറഞ്ഞാൽ ലൈസൽ ഖൽഖലതു ബിൽ ലിസാൻ, നാവ് കൊണ്ട് കുറെ സിദ്ധാന്തങ്ങൾ പറയലല്ല വിജ്ഞാനം, പേന കൊണ്ട് കുറെ ലേഖനം എഴുതലല്ല. അള്ളാഹുവിന്റെ ആധ്യാത്മിക പ്രഭാവം ഹൃദയത്തിലേക്ക് ലഭിക്കുന്നതിന്റെ പ്രതിസ്ഫുരണമാണ് പരിജ്ഞാനം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്. ആ വിജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാര് അവരുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചപ്പോൾ അവരുടെ ജീവിതം മുഴുവനും പ്രായോഗിക ഇസ്ലാമിന്റെ മകുടോദാഹരണങ്ങളായി പരിണമിക്കുകയായിരുന്നു. പിന്നീട് അവരുടെ ജീവിതം മുഴുവനും സൂക്ഷ്മതയിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം പഠിപ്പിച്ചു തന്ന മതത്തിന്റെ ആത്മാവിനെ അടുത്തറിഞ്ഞപ്പോൾ ആ നിയമത്തിൽ നിന്ന് കടുകിട മാറാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിലേറ്റവും വലിയ മഹാനാണ് അബ്ദുൽ ഹവാ യംതാസു മിൻ അബ്ദി റബ്ബിഹി ലദാ ശഹവത്തിൻ ഔ ഇൻദ സദ്മി ബലിയതി. വൈകാരികമായ ഉത്തേജനങ്ങളുടെയും സാമ്പത്തികമായ ഉന്നമനങ്ങളുടെയും താൽക്കാലികമായ സ്വകീയ താല്പര്യങ്ങളുടെയും നടുവിൽ മതം പണയം വെക്കുന്നവർ മതത്തിന്റെ ആത്മാവറിഞ്ഞവരല്ല. അതേ സമയത്തോ അവരവർ ആത്മാവിനെ അറിഞ്ഞ ആളുകൾ മതത്തിന്റെ ചിട്ടകളെ രഹസ്യ പരസ്യ ജീവിതങ്ങളിലും സ്വകാര്യ സാമൂഹിക ജീവിതങ്ങളിലും എല്ലായിടത്തും പാലിച്ചവരാണ്. അതിൽപ്പെട്ട മഹാനായ ഇമാമുൽ അഅ്സം റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിന്റെ സൂക്ഷ്മത പരിശോധിച്ചു നോക്കിയാൽ ഒരു ദിവസം മുഴുവനും അവതരിപ്പിക്കേണ്ട വിഷയമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പട്ടുകച്ചവടം ചെയ്യാൻ ഒരു പെണ്ണ് കൊണ്ടുവരികയാണ്. അവൾക്കതിന്റെ വില അറിയില്ല. അവൾ വന്നിട്ട് പറഞ്ഞു, ഇതിനെന്തെങ്കിലും വില തരണം, ഒരു 100 ദിർഹം തരണം. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പട്ട് വാങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്ന ആളാ. ഉടനെ മഹാനവറുകൾ പറഞ്ഞു, 200 ദിർഹം തരാം. അപ്പോഴവര് പറഞ്ഞു, അത്രയും വില കിട്ടുമോ? 300 ദിർഹം തരാം. അങ്ങനെ കയറ്റി 400 ദിർഹം വരെ പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, എന്നെ കളിയാക്കല്ലേ, എന്നെ അങ്ങ് വിട്ടേക്കണം. അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, മോളെ, ഇത് യഥാർത്ഥത്തിൽ 500 ദിർഹം വിലയുള്ള സാധനമാണ്, നിനക്ക് വില അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ആ 500 ദിർഹമിന് 100 ദിർഹം ആവശ്യപ്പെട്ടുകൊണ്ട് പട്ട് കച്ചവടം ചെയ്യാൻ വന്ന പെണ്ണിനെ 500 ദിർഹം എന്ന ശരിയായ വില കൊടുത്ത് വാങ്ങി കച്ചവട സ്ഥാപനത്തിലേക്ക് വെക്കുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് കച്ചവടം നടത്തുമ്പോൾ അവിടെയും അള്ളാഹുവിനെ ഭയക്കുകയാണ്. ഇതെല്ലാം സമകാലികമായി വായിച്ചാൽ സമയം പോരാ.
നമ്മൾ പല ആളുകളും ബിസിനസ് മേഖലകളിൽ ഇടപെടുന്നവരാണ്. നമ്മുടെ ബിസിനസ്സിൽ മതമില്ല എന്നൊരു ചൊല്ല് തന്നെ ഇന്ന് വ്യാപകമാണ്. കച്ചവടത്തിന് ആദർശമില്ല, കച്ചവടത്തിന് മതമില്ല, കച്ചവടം വേറെ മതം വേറെ പള്ളി വേറെ, അങ്ങനെയായി മുസ്ലിങ്ങളെല്ലാം മാറ്റി എഴുതിയിരിക്കുന്ന കാലമാണ്. എന്നാൽ അബൂ ഹനീഫ ഇമാം തങ്ങൾ അങ്ങനല്ല. അവിടുത്തെ കടയിലേക്ക് ഉൽപ്പന്നം എടുക്കാൻ വരുന്ന ആളോട് തന്റെ കയ്യിലുള്ള പട്ടുവസ്ത്രത്തിന്റെ ന്യൂനതകൾ മുഴുവൻ ആദ്യം പറഞ്ഞു കൊടുക്കും. ബഹുമാനപ്പെട്ട ഹഫ്സ് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഷെയർ ഹോൾഡറോട് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പട്ട് ആരെങ്കിലും വാങ്ങാൻ വന്നാൽ ഇതിന്റെ ന്യൂനതയെല്ലാം പറഞ്ഞിട്ടേ വിൽക്കാവൂ, ഇത് ഇത്ര രൂപയ്ക്ക് വിൽക്കാൻ പാടുള്ളൂ. തിരിച്ചു വന്നപ്പോഴേക്ക് ആ സാധനം കച്ചവടം ചെയ്തു കഴിഞ്ഞു. നീ അതിന്റെ ന്യൂനത പറഞ്ഞായിരുന്നോ? ഇല്ല, ന്യൂനത പറയാൻ കഴിഞ്ഞില്ല. ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വില വാങ്ങി വെച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഉപഭോക്താവിനെ തേടി ഇറങ്ങി നടക്കുകയാണ്. തെരുവിലൂടെ കുറെ മുന്നോട്ട് പോയിട്ടും കാണാൻ കഴിയാതെ വന്നപ്പോൾ ആ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ സംഭാവന ചെയ്ത് സദഖ ചെയ്തിട്ട് അതിന് പരിഹാരം ചെയ്യുന്നു. കാരണം അല്ലാഹുവിനെ ഭയന്നുപോയി. ഇൽമുള്ള ആളുകളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങൾ പ്രകമ്പനം കൊള്ളുകയാണ്. കേവലം താൽക്കാലികമായ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കയ്യിലുള്ള പണം കൂടി ഹറാമാക്കിയിട്ട് പലിശ എടുക്കുന്ന ആളുകൾ നമ്മുടെ മുസ്ലിങ്ങളിൽ എത്ര മുതലാളിമാരാണ്. 50 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ ഒരു 50 ലക്ഷം കൂടെ എടുത്ത് 1 കോടിയുടെ ബിസിനസ് തുടങ്ങാൻ ആശിക്കുന്നവർ. അങ്ങനെ നമ്മുടെ എല്ലാം ജീവിതം പലിശാധിഷ്ഠിതമായ സാമ്പത്തിക ചുറ്റുപാടിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പറിച്ചു നടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ വിശുദ്ധ രാവിൽ വിശുദ്ധാത്മാക്കളുടെ മുൻനിരയിലുള്ള ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുമ്പോൾ, കച്ചവടക്കാരുടെ ഇടയിൽ ഒരു കച്ചവടക്കാരനായി ജീവിക്കുമ്പോഴും വൈജ്ഞാനിക പ്രഭയുടെ പ്രായോഗികവൽക്കരണവും അള്ളാഹുവിന്റെ നിയമത്തിന്റെ നിഷ്ഠയും കൃത്യമായി പാലിച്ച മഹാനവർകൾ നമുക്ക് പാഠമാകണം. നമ്മുടെ ജീവിതത്തിന്റെ വ്യവഹാര മേഖലകളിൽ അത് പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ ആധുനിക സാമ്പത്തിക വ്യവസ്ഥയുടെ ഭ്രാന്ത് പിടിച്ചിട്ട് പലിശാധിഷ്ഠിത സമ്പ്രദായത്തിലേക്ക് പോകാൻ പാടില്ല. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം മുഴുവനും മനോഹരമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു, അല്ലയോ ഉസ്താദേ, ഞാൻ പാവപ്പെട്ട ഒരു പെണ്ണാണ്, നിങ്ങൾക്ക് ഒരു പട്ടുവസ്ത്രം എനിക്ക് ആവശ്യമുണ്ട്, പക്ഷേ ന്യായമായ വില എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നല്ല വിലയുള്ളൊരു പട്ടുവസ്ത്രം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, 4 ദിർഹമിന് ഇത് തരാം. പെണ്ണ് പറഞ്ഞു, ക്ഷമിക്കണം, എന്നെ കളിയാക്കരുത്, ഞാൻ പൈസ ഇല്ലെന്ന് വിചാരിച്ചെന്നെ എങ്ങനെ കളിയാക്കരുത്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ 2 പട്ടുവസ്ത്രം വാങ്ങി, അതിൽ നിന്ന് 1 വിറ്റു, ഇനി എനിക്ക് മുതലാകണമെങ്കിൽ 4 ദിർഹം കൂടെ മതി, ഇതിന് നീ 4 ദിർഹം തന്നാ മതി, എന്നാ എനിക്ക് 2 വസ്ത്രത്തിന്റെയും വില മുതലായിരിക്കുന്നു, എനിക്ക് ലാഭം വേണം. ഒരാടിന്റെ ജീവിതകാലം എത്രയുണ്ടാകുമെന്ന് മാക്സിമം പരിശോധിച്ചു. 7 വർഷമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ 7 വർഷവും പിന്നീട് കൂഫയിൽ നിന്ന് ആടിന്റെ മാംസം കഴിക്കാൻ തയ്യാറായില്ല. കാരണം ആ ആടിനെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റിരിക്കാൻ ഇടയുണ്ടെന്നും ഒരുപക്ഷെ തന്റെ തളികയിലേക്ക് വരുന്നത് മോഷ്ടിക്കപ്പെട്ട ആടായിരിക്കുമെന്നും മനസ്സിലാക്കിയിട്ട് അത്രയും വലിയ സൂക്ഷ്മത പാലിച്ചു ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ. നമുക്കിന്ന് എവിടെ സൂക്ഷ്മത? പ്രിയപ്പെട്ടവർ, ആലോചിക്കണം. നമ്മൾ ഇന്ന് ഹറാമുകളിലേക്ക് കൂലം കുത്തി ഒഴുകുകയാണ്. അതുകൊണ്ട് ഈ നിയന്ത്രണമില്ലാത്ത, നിയമമില്ലാത്ത, നിഷ്ഠയില്ലാത്ത, പാലനങ്ങളില്ലാത്ത പുതിയ ലോകത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനും ഇസ്ലാമിക പരിപ്രേക്ഷ്യങ്ങളുടെ പരിധിക്കുള്ളിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയണം. അപ്പോഴേ നമ്മൾ ഇസ്ലാമാവൂ. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഓ ഈമാനുള്ള ആളുകളെ, അദീമു അലൽ ഈമാൻ, നിങ്ങൾ ഈമാനിൽ നിതാന്ത ജാഗ്രതയുള്ളവരാകണം. നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന മാർഗത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറാകണം. സർക്കാർ ശമ്പളം ശുബ്ഹത്തിന്റെ ശമ്പളമാണ് ആ കാലഘട്ടത്തിൽ. ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി, സർക്കാർ കൊടുക്കുന്ന പൊതുസ്വത്തിൽ നിന്ന് കൊടുക്കുന്ന ശമ്പളം പൂർണ്ണമായും ഹലാലാണെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ചെയ്തു, സർക്കാർ ശമ്പളം അഥവാ ശുബ്ഹത്തിന്റെ ഭക്ഷണം കഴിക്കുന്നയാൾ അയാളുടെ ഭക്ഷണത്തിന്റെ ഉച്ഛിഷ്ടം തൊട്ടടുത്തുള്ള ജലാശയത്തിലേക്ക് നിക്ഷേപിക്കുന്നയാളാണ് എന്ന് മഹാനവറുകൾ അറിഞ്ഞു. ഉടനെ മഹാനവറുകൾ ആലോചിച്ചു, പടച്ചവനെ, അത് തിന്നിട്ടായിരിക്കുമല്ലോ മത്സ്യം ജീവിക്കുന്നത്. അല്ലാഹു തആല ഹലാലാക്കിയ കടലിലെ ഫ്രഷായ മത്സ്യം അത് ഇയാളുടെ ശമ്പളത്തിന്റെ ഉച്ഛിഷ്ടം കൊണ്ട് ചിലപ്പോൾ അത് ശുബ്ഹത്തായി പോകും. അതുകൊണ്ട് മത്സ്യം കഴിക്കുന്നില്ല.
ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതം സ്പർശിക്കുമ്പോൾ അവിടുത്തെയോടുള്ള കടപ്പാടാണ്, ഇതൊന്നും പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇതൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും കഴിയുന്നില്ല, സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ജീവിതമോ? അങ്ങനെയാണ് മഹാന്മാരായ ആളുകൾ അവരുടെ ജീവിതത്തെ മുഴുവനും അല്ലാഹുവിന്റെ പ്രീതിയിലേക്ക് മാറ്റിവെച്ചപ്പോൾ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു